ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ദ കുക്ക് ടോപ്പ് സ്റ്റോറീസ്. ഇന്ന് നമ്മൾക്ക് വളരെ സിമ്പിളായിട്ടൊരു ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിലേക്കായി ഞാനിവിടെ 550 ഗ്രാം കഴുകി വൃത്തിയാക്കിയ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതാദ്യം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നമുക്കിത് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മറ്റ് ഇൻഗ്രീഡിയൻസ്: ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത്, ഇത് 350 ഗ്രാം വരുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 കപ്പ് തക്കാളി, ഇത് 120 ഗ്രാം വരുന്നുണ്ട്. 3 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, 1/2 കപ്പ് ഉരുളക്കിഴങ്ങ്, ഇതും 120 ഗ്രാം വരുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് പട്ട, ഗ്രാമ്പൂ, 5 ഏലക്ക. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് നന്നായി വഴറ്റുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതൊന്ന് അടച്ചു വെച്ച് കുറച്ചു നേരം വേവിക്കാം. ഈ കറിയിൽ ഉള്ളി ഒരുപാട് ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. ഉള്ളി നല്ല വഴണ്ട് സോഫ്റ്റായി വന്നാൽ മതിയാകും. ഇടയ്ക്ക് മൂടി തുറന്ന് നന്നായി ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഉള്ളി ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇത് നമുക്ക് വീണ്ടും അടച്ചു വെച്ച് കുറച്ചു നേരം കൂടി വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഉള്ളി നന്നായി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ശേഷം തക്കാളി കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 3/4 ടീസ്പൂൺ മുളക് പൊടി എന്നിവ കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റിവെച്ച ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ചിക്കൻ്റെ പിങ്ക് കളർ മാറി ഒരു വൈറ്റ് കളർ ആകുന്നതുവരെ നന്നായി വഴറ്റി കൊടുക്കണം. ഈ സമയം ഞാൻ സ്റ്റൗ മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് അടച്ചു വെച്ച് 1 മിനിറ്റ് നമുക്ക് വേവിക്കാം. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഈ സമയം കറിയിലെ ഉപ്പ് നോക്കി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഒരു 3 മിനിറ്റ് കൂടി വേവിക്കാം.
ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി സ്പ്രെഡ് ചെയ്ത് അടുപ്പിൽ നിന്നും മാറ്റി വെക്കാം. അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ടേസ്റ്റി ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് comment. For more videos, please subscribe to our channel and follow us on Instagram at The Cooktop Stories.